വർഷങ്ങളോളം സിനിമയിൽ നിന്നും വിട്ടുനിന്നിട്ട് പോലും മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ നടൻ സുരേഷ് ഗോപിക്കുണ്ടായിരുന്ന സ്ഥാനത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ സിനിമയ്ക്ക് പുറമെ രാഷ്ട്രീയത്തിലും സജീവമായിരിക്കുന്ന സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു നിൽക്കുന്ന സമയം കൂടിയാണ്. വിജയങ്ങൾ മാത്രമല്ല, പരാജയങ്ങളും ദുരന്തങ്ങളും സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. തന്റെ മകളെ ചെറിയ പ്രായത്തിലെ തന്നെ നഷ്ടപ്പെട്ടതിന്റെ വേദനയെക്കുറിച്ച് പലപ്പോഴായി സുരേഷ് ഗോപി സംസാരിച്ചിട്ടുണ്ട്. വാഹനാപകടത്തിലായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപിയുടെ മകൾ മരിക്കുന്നത്. അതേക്കുറിച്ച് മുൻപൊരിക്കൽ വനിതാ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു. താൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞ നിമിഷമെന്നാണ് മകൾ നഷ്ടപ്പെട്ട ദുഃഖം പങ്കുവെച്ചുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറഞ്ഞത്. ഇല്ല എന്ന് പറയുവാൻ കഴിയില്ല. തന്റെ മകൾ കാർ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സമയം തന്നെ മരുന്ന് നിന്ന് മയക്കിക്കിടത്തിയിരിക്കുകയാണ്. അർത്ഥബോധത്തിലും താൻ ഗുരുവായൂരപ്പനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എൻ്റെ മകളെ രക്ഷിക്കണമേ എന്ന്. എന്നാൽ പക്ഷേ മകൾ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഹെഡ് നേഴ്സ് വന്ന് തന്നെ ഉണർത്തി. അവസാനമായി മകളെ കാണുവാൻ തന്നെ വിളിച്ചുവെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന താൻ ശാപവാക്കുകൾ വിളിച്ചു. നെഞ്ചത്ത് കൈചുരുട്ടി ഇടിച്ച് നിലവിളിച്ചു. ഇടിയുടെ ശക്തിയിൽ മസിൽ ചതഞ്ഞു. ആ ഒരു ചതഞ്ഞ കുഴിവ് ഇപ്പോഴും ഉണ്ട് നെഞ്ചില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ജൂൺ മാസവും മഴയും തണുപ്പും എത്തുമ്പോൾ അവിടെ വേദന വരാറുണ്ട്. ആ ഒരു വേദന തനിക്ക് ഇഷ്ടമാണെന്നും നടൻ പറയുന്നു. കാരണം അത് തൻ്റെ മകളുടെ ഓർമ്മയാണെന്നും താരം ഓർക്കുന്നു. പക്ഷേ മകൾ മരിച്ചുവെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാനെ ശാപവാക്ക് പറഞ്ഞതിൽ പിന്നീട് പശ്ചാത്താപം മനസ്സിൽ തിങ്ങി വന്നു. മകൾ പിറന്നപ്പോൾ അവളുടെ ജാതകം എഴുതുവാൻ ചെന്നപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ അത് എഴുതേണ്ട, ഗണ്ണാന്ത ജനനമാണ്, 3.5 വയസ്സ് കഴിഞ്ഞ് എഴുതാമെന്ന്. എന്നാൽ പക്ഷേ ജ്യോത്സ്യൻ എന്ന് പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് താൻ അതിനെക്കുറിച്ച് തിരക്കുന്നതും അറിയുന്നതുമെന്നും സുരേഷ് ഗോപി പറയുന്നു. ഗണ്ണാന്ത ജനനമാണെങ്കിൽ ജനിച്ച ദിവസം, നക്ഷത്രം, സമയം ഇതെല്ലാം ചേർന്ന് വരുന്നൊരു മുഹൂർത്തം വീണ്ടും ഉണ്ടായാൽ മരണമുറപ്പാട്. മകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം 3:45 മകൻ നക്ഷത്രം ഉത്രം. ഇത് മൂന്നും കൂടി ഒത്തുവന്ന നേരമാണ് അപകടം സംഭവിക്കുന്നത്. തന്റെ ജീവിതവും അനുഭവങ്ങളുമാണ് തന്റെ വിശ്വാസമെന്നാണ് സുരേഷ് ഗോപി പറയാറുള്ളത്. അത് എല്ലാവർക്കും മനസ്സിലാക്കണമെന്നില്ല. അങ്ങനെ വേണമെന്ന് തനിക്ക് യാതൊരുവിധ വാശിയുമില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു. മൂത്ത മകൾ ലക്ഷ്മിയുടെ മരണത്തെക്കുറിച്ച് സുരേഷ് ഗോപി മുൻപ് പലപ്പോഴായും സംസാരിച്ചിട്ടുണ്ട്. 1992 ജൂൺ 6-നാണ് ഒരു വാഹനാപകടത്തിൽപ്പെട്ട് സുരേഷ് ഗോപിയുടെ മകൾ മരിക്കുന്നത്. ഭാര്യയെയും അനിയനെയും തന്റെ ലക്ഷ്മിയെ ഏൽപ്പിച്ച് താൻ എറണാകുളം വന്നിട്ട് തിരിച്ചുപോയെന്ന് നടൻ പറയുന്നു. പിന്നെ തന്റെ മകളില്ല. അവൾ ഇപ്പോഴുമുണ്ടെങ്കിൽ 32 വയസ്സായിരിക്കും അവൾക്ക് പ്രായമെന്നും നടൻ പറഞ്ഞിരുന്നു. താൻ മരിച്ചു പട്ടടയിൽ കൊണ്ടുവച്ചാലും ആ ഒരു ചാരത്തിന് വരെ ആ വേദന ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി ഒരിക്കൽ ഒരഭിമുഖത്തിലൂടെ പറയുകയുണ്ടായി. അതേസമയം ഗരുഡനാണ് സുരേഷ് ഗോപിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്ന മലയാള സിനിമ. അരുൺ വർമ്മ സംവിധാനം ചെയ്ത സിനിമ മികച്ച വിജയമാണ് നേടിയെടുത്തത്. ഏറെക്കാലത്തിന് ശേഷം സുരേഷ് ഗോപിക്ക് ലഭിച്ച ഒരു ഹിറ്റ് സിനിമ കൂടിയായിരുന്നു ഇത്. രാഷ്ട്രീയത്തിലെ തിരക്കുകൾ കാരണം മികച്ച സിനിമകൾ നടൻ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. പോരും ചുമറിയും ജ്യൂസ് എന്ന സിനിമയിൽ ആദ്യം നായകനായി പരിഗണിച്ചത് സുരേഷ് ഗോപിയായിരുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നുള്ള MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.